ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റിന് 5 സെക്കൻഡ്സ് ആണ് സമയം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോയ്സ് ഹാർഡ്ലി പ്രാക്ടീസ്ഡ് ബിഫോർ ദി മാച്ച്. ഏത് ടാഗാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കിയേ. ആൻസർ വരുന്നത് ഡിഡ് ദേ ആണ്. എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബോയ്സ് ഹാർഡ്ലി പ്രാക്ടീസ് ബിഫോർ ദി മാച്ച് ആണ് നമ്മുടെ ഒരു പോർഷൻ വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് പ്രാക്ടീസ് എന്നുള്ള നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ വെർബ് നോക്കുക. അപ്പോൾ ഇവിടെ പ്രാക്ടീസ്ഡ് ഇതാണ് നമ്മുടെ വെർബ്, ഓക്സിലറി വെർബ് ഒന്നുമില്ല. അപ്പോൾ പ്രാക്ടീസ്ഡ് എടുത്തു. ഇനി പ്രാക്ടീസ്ഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിഡ് പ്രാക്ടീസ് എന്ന് കൊടുക്കാം അല്ലേ. ഡിഡ് പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് പ്രാക്ടീസ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഡ് പ്രാക്ടീസ് എന്നുള്ളത് കിട്ടി അല്ലേ. ഇനി നോക്കേണ്ടത് നമ്മുടെ ഒരു ഫസ്റ്റ് പോർഷൻ, അതായത് ബോയ്സ് ഹാർഡ്ലി പ്രാക്ടീസ് ബിഫോർ ദി മാച്ച്. അവിടെ ഹാർഡ്ലി എന്നുള്ള വാക്കുണ്ട്. ആ വാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു നെഗറ്റീവ് പോർഷൻ ആണെന്നല്ലേ, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാ? പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഡിഡ് പ്രാക്ടീസിൻ്റെ ഡിഡ് നമ്മൾ എടുത്തു. പിന്നെ ബോയ്സ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ദേ യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഡിഡ് ദേ ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യം എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കണം. അതില്ലെങ്കിൽ നമ്മൾ മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പിന്നെ നമ്മുടെ പോർഷൻ, നമ്മുടെ സെൻറ്റൻസിൻ്റെ പോർഷൻ പോസിറ്റീവിലാണോ നെഗറ്റീവിലാണോ കൊടുത്തിട്ടുള്ളത് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സൈക്ലിംഗ് കീപ്സ് സന്ദീപ് ഫിറ്റ് ആൻഡ് സ്ട്രോങ്. ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാൻ പോകുന്നത്? ആൻസർ ഡസൻറ്റ് ഇറ്റ് ആണ് കേട്ടോ. എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനകത്ത് ആദ്യം എന്താ ചെക്ക് ചെയ്യുന്ന? ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കും. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ നോക്കുന്നത്? അതിനകത്തുള്ള മെയിൻ വെർബ് നോക്കും. അപ്പോൾ നമ്മുടെ മെയിൻ വെർബ് ഏതാ? കീപ്സ് ആണ്. കീപ്സിന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഡസ് കീപ്പ് എന്ന് എഴുതും അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഫസ്റ്റ് പോർഷൻ, അത് പോസിറ്റീവ് ആണ് അല്ലേ. സൈക്ലിംഗ് കീപ്സ് സന്ദീപ് ഫിറ്റ് ആൻഡ് സ്ട്രോങ്, അപ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡസിൻ്റെ നോട്ട് എടുക്കണം. ഡസിൻ്റെ നോട്ട് എന്ന് പറഞ്ഞാൽ ഏതാ? ഡസൻറ്റ് ആണ് അല്ലേ. അപ്പോൾ സൈക്കിൾ ആയതുകൊണ്ട് അതൊരു തിങ് ആയതുകൊണ്ട് നമ്മൾ ഡസൻറ്റ് ഇറ്റ് ആണ് യൂസ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഹി നോസ് നോബഡി ഇൻ ദ കോളനി. ഒന്ന് വേഗം ആൻസർ പറഞ്ഞേ. അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോർഷൻ എങ്ങനെയാണ്, ഏത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നോബഡി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക അല്ലേ. അപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ മെയിൻ വെർബ് എടുക്കുക. അപ്പോൾ നമുക്ക് നോസ് എടുക്കാം. അതാണ് നമ്മുടെ വെർബ് എന്ന് പറഞ്ഞത് കേട്ടോ. നോസിന് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്? ഡസ് നോ എന്ന് പറഞ്ഞ് എഴുതാം. നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോ. ഇനി നമുക്ക് ഡസ് കിട്ടിയില്ലേ, നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗിൽ? പോസിറ്റീവ് ആണ്. കാരണം മറ്റേ പോർഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ എന്താ വരിക? ഡസ് ഹി ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഒന്ന് നോക്കാം. വൺ ഷുഡ് നോട്ട് ബി ടു സ്ട്രിക്റ്റ്. ഏതാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്? ആൻസർ ഷുഡ് വൺ ആണ്. എങ്ങനെ മനസ്സിലായി എനിക്ക് ഷുഡ് വൺ ആണെന്നുള്ളത്? കാരണം ആ ക്വസ്റ്റ്യൻ്റെ ആ ഒരു പാർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വൺ ഷുഡ് നോട്ട് അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നെഗറ്റീവ് ആണെന്ന്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പോർഷൻ എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. പിന്നെ എന്താ നമ്മുടെ ക്ലൂ? വൺ വന്നു കഴിഞ്ഞാൽ വൺ വെച്ച് തന്നെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. അപ്പോൾ വൺ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് അറിയാം. പിന്നെ നമ്മളെന്താ ചെക്ക് ചെയ്യേണ്ടതിനകത്ത്? ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഷുഡ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ എന്താ വരിക? ഷുഡ് വൺ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഹേമ ക്ലോസ് ദി ഡോർ. ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് ചെയ്യണേ. ആൻസർ വില്യു ആണ്. എങ്ങനെയാണ് മനസ്സിലായി എനിക്ക് വില്യു ആണെന്നുള്ളത്? കാരണം ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ക്ലോസ് ദി ഡോർ, അതായത് ഒരു ഓർഡർ ചെയ്യുന്ന പോലെയാണ് അല്ലേ. അപ്പോൾ ഓർഡറിംഗ് ഒക്കെ ആണെങ്കിൽ അവിടെ എന്താ വരുന്നത്? ഓർഡറിങ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് എന്തായിരിക്കും? ഇംപറേറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താ ഓർക്കണ്ടേ? വില്യു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. ഈ ഇംപറേറ്റീവ് സെൻറ്റൻസിനകത്ത് അർജൻസി കാണിക്കുകയാണെങ്കിൽ നമ്മളവിടെ എന്താ യൂസ് ചെയ്യുക? വോണ്ടാണ് യൂസ് ചെയ്യുക കേട്ടോ. അതേസമയം ഇംപേഷ്യൻസ് ആണ് കാണിക്കണമെങ്കിൽ അവിടെ എന്താ യൂസ് ചെയ്യുക? കാണ്ടിയോ ആയിരിക്കും. അപ്പോൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണോ നോക്കുക, അതായത് ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു കമാൻഡോ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോസ്റ്റ് പ്രോബ്ലി യൂസ് ചെയ്യുന്നത് വില്യു തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്കി 2 കേസുകളോട് പറഞ്ഞിട്ടോ. അർജൻസി ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വോണ്ടീവ് ആണ്, ഇംപേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാണ്ടീവ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വോണ്ടിയും കാണ്ടൊന്നും ഇല്ല അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് വില്യു എന്നുള്ളത് ഉറപ്പിക്കാം കേട്ടോ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഗീത ബ്രോക്ക് ദി ഗ്ലാസ്.
ആൻസർ വരുന്നത് ഡിഡിൻ ഷീ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം നിങ്ങൾ ഈ ബ്രോക്ക് കാണുമ്പോൾ തന്നെ അതിനെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ഡിഡ് ബ്രേക്ക് എന്നുള്ളത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, ഡിഡ് ബ്രേക്ക്. ഓക്കെ, ഇനി നമ്മുടെ ഒരു ഇത്രയും പോർഷൻ പോസിറ്റീവ് ആണല്ലോ, ഗീത ബ്രോക്ക് ദി ഗ്ലാസ്. അപ്പോൾ അത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? നെഗറ്റീവ് യൂസ് ചെയ്യണം. അപ്പോൾ ഡിഡിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് ഡിഡ് നോട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഡിൻറ്റ് കിട്ടും. പിന്നെ ഗീതയല്ലേ, അപ്പോൾ എന്തായാലും ഷീ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ഡിഡിൻ ഷീ ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഐ ആം നോട്ട് ലേറ്റ്. ആൻസർ ആം ഐ ആണ്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ നോക്കിക്കോളൂ, നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഭാഗം നോക്കിക്കോളൂ. ഐ ആം നോട്ട് ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു നെഗറ്റീവാണ് അല്ലേ, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. പിന്നെ നോക്കേണ്ടത് എന്താ? നമ്മൾ ഇതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. ആം ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. അപ്പോൾ നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായി, ആം ആണ് ഓക്സിലറി വെർബ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്താ യൂസ് ചെയ്യേണ്ടത്? പോസിറ്റീവ് ആയിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ എന്താ വരിക? ആം ഐ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം ടു ഇംപേഷ്യൻറ്റ്. ആൻസർ എന്താ? ആറിൻറ്റ് ഐ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫോം നോക്കുക. ഐ ആം ടു ഇംപേഷ്യൻറ്റ്. അതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് പോസിറ്റീവാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആം, ഇതിനകത്തുള്ള ഓക്സിലറി വെർബ് നോക്കുക. ആം എന്നുള്ളത് കിട്ടി. അപ്പോൾ നമുക്ക് ആമിൻറ്റ് ഐ എന്നുള്ളൊരു പ്രയോഗം ഇംഗ്ലീഷിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആറിൻറ്റ് ഐ ആണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ, മാർക്ക് കളയരുത്. ആറിൻറ്റ് ഐ ആണ് ആൻസർ. ദേ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ്. ആൻസർ എന്താ? ഡൂ ദേ ആണ്. എങ്ങനെയാണോ ഡൂ ദേ ആൻസറിലേക്ക് നമ്മൾ എത്തിയേ? ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോം വായിച്ചേ. ദേ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ്. റെയർലി കാണുമ്പോൾ നമുക്കറിയാം അത്രയും പോർഷൻ നെഗറ്റീവാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം, അത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യം സ്കാൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഇല്ലല്ലോ. അപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ വെർബ് എടുക്കുക. മെയിൻ വെർബ് ഏതാ? സ്പീക്കാണ്. അപ്പോൾ സ്പീക്കിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഡു സ്പീക്ക് എന്ന് എഴുതാം. ഡു സ്പീക്ക് എന്ന് പറയുന്നതാണ് സ്പീക്ക് കേട്ടോ. അപ്പോൾ ഡു എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ദേ ആണല്ലേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? ഡൂ ദേ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ നോക്കാം. ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ. ആൻസർ വരുന്നത് ഡോണ്ട് ദേ ആണ്. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്യണ പോലെ തന്നെ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കി, ഇല്ല. പിന്നെ എന്താ നോക്കേണ്ടത്? നമ്മൾ മെയിൻ വെർബ് നോക്കുക കേട്ടോ. മെയിൻ വെർബ് ഏതാണ്? പ്ലേ ആണ്. പ്ലേയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? ഡൂ പ്ലേ എന്ന് എഴുതാം അല്ലേ. യെസ്. അപ്പോൾ ഡൂ കിട്ടി. ഇനി ഇത്രയും ഭാഗം എന്തായിരുന്നു? പോസിറ്റീവായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ആൻസർ എന്താ? ഡോണ്ട് എന്നുള്ളത് കിട്ടും. പിന്നെ ചിൽഡ്രൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ ദേ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം നോട്ട് എ കൺവിക്റ്റ്. ആൻസർ ആം ഐ ആണ്. എങ്ങനെ ആം ഐയിലേക്ക് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താ? ഐ ആം നോട്ട്. അപ്പോൾ നോട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് മീനിങ് ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം അല്ലേ. ഓക്കെ, ഇനി ആം ഐ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓക്സിലറി വെർബ് എന്താ? ആം ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് വരുന്നത്? ആം ഐ എന്നാണ് വരുന്നത്. ആമിൻറ്റ് ഐ ഇല്ല കേട്ടോ. അതിന് പകരം ആറിൻറ്റ് ഐ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ആം ഐ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ നോക്കാം. ഐ ആം ലിറ്റിൽ ലേറ്റ്. ആൻസർ എന്താ? ആം ഐ തന്നെ. എങ്ങനെയാണ് കിട്ടിയേ? ഐ ആം ലിറ്റിൽ ലേറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. ലിറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നെഗറ്റീവാണ്. അപ്പോൾ പിന്നെ വരണ എങ്ങനെയായിരിക്കും? ഓക്സിലറി വെർബ് നമുക്ക് ആം ആണ്. അപ്പം പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്, അതായത് ആം ഐ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ നോക്കാം. നോ വൺ സാറ്റ് ത്രൂ ദി ഫംഗ്ഷൻ. ആൻസർ ഡിഡ് ദേ ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫോം എങ്ങനെയാണ്? നെഗറ്റീവ് ആണ് അല്ലേ. നോ വൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായി. ഇനി എന്താ നോക്കണ്ടേ? അതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. പിന്നെ നോക്കണ്ടേ ഏതാ? വെർബ് ഉണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് മെയിൻ വെർബാണ് കേട്ടോ. അപ്പോൾ സാറ്റ് എന്നുള്ളത് മനസ്സിലായി. സാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഡ് സിറ്റ് ആണ്. ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണേ. സാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് സിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിഡ് എന്നുള്ളത് കിട്ടി കേട്ടോ. ഇനി എന്താ? നോ വൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ദേ ആണല്ലോ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഡിഡ് ദേ ആണ്. അടുത്ത് നോക്കാം. ഐ ആം ക്ലെവർ. ആൻസർ ആറിൻറ്റ് ഐ ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പോർഷൻ എന്താ? പോസിറ്റീവ് ആണ് അല്ലേ. ഇനി എന്താ നോക്കണ്ടേ? ആമിൻറ്റ് ഐ എന്ന് നമ്മൾ പറയുമോ?
കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കണം, പക്ഷേ ആമിൻ്റായി നമ്മൾ പറയില്ല അല്ലേ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിൻ്റായി എന്നുള്ളൊരു പ്രയോഗമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ആറിൻ്റായി ആണ് കേട്ടോ. ഹി യൂസ് ടു ക്ലൈം ട്രീസ്. ആൻസർ എന്താ വരുന്നത്, ഡിഡിൻറ്റ് ഹി ആണ്. എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്, യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഓക്കെ യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഡ് യൂസ് എന്ന് എഴുതാമല്ലോ അല്ലേ. ഡിഡ് യൂസ് എന്ന് പറയുന്നതാണ് യൂസ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിഡ് എന്നുള്ളത് കിട്ടി. ഇനി എന്താ, നമ്മുടെ അത്രയും സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ക്വസ്റ്റ്യൻ ടാഗിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡിഡിൻറ്റ് ഹി എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മോക്കപ്പ് ടെസ്റ്റ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മളപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻസോളം ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, കറക്റ്റായിട്ടൊന്ന് പഠിച്ച് നോക്കുക. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോക്കപ്പ് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് തീർച്ചയായും വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സും പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.